അല്ല, അത് യു ഡി എഫിൻ്റെ ഒരു വിജയമാണല്ലോ. ഒരു വ്യക്തിയുടെ വിജയം. എൽ ഡി എഫിൻ്റെ വിജയം എൽ ഡി എഫിൻ്റെ ആണ്, യു ഡി എഫിൻ്റെ വിജയം യു ഡി എഫിൻ്റെ ആണ്. ഇപ്പോൾ ഡി എം കെയുടെ വിജയം എൻ്റെ വിജയമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത് നമ്മളെല്ലാവരും കൂടെ പ്രവർത്തിച്ചിട്ടുള്ള വിജയമല്ലേ. അത്രേ അതിനെ കാണേണ്ടതുള്ളൂ. അല്ല, അതിപ്പോൾ ഞാനിത് തുടങ്ങിയെന്ന് മുതൽ പറയുന്നതല്ലേ. ഇവരിത് പറഞ്ഞ് എന്താ പറയുക, ഈ പോയി അവസാനം ഈ പൊട്ടക്കിണറിലേക്ക് ഇങ്ങനെ താഴ്ന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയുള്ള ആ പാർട്ടി. അപ്പോഴും ഇങ്ങനെ വിളിച്ച് പറയാം ഇതിങ്ങനെ SDPI BJP, SDPI ജമാഅത്ത് ഇസ്ലാമി എന്നിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കണം. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാത്തിടത്തോളം കാലം പൊട്ടക്കിണറിലേക്ക് തന്നെയാണ് ഇത് താഴ്ന്നു പോകുന്നത്. പരിപൂർണമായ LDFിൻ്റെ പരാജയമാണ് ഈ 3 തെരഞ്ഞെടുപ്പും. ടെക്നിക്കലി പ്രദീപ് ജയിച്ചിട്ടുണ്ടാവും. അത് അദ്ദേഹം നാട്ടുകാരനും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വാധീനം ആ വോട്ടിലുണ്ട്. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് CPM തകർന്നടിഞ്ഞിരിക്കുന്നു ഈ 3 മണ്ഡലങ്ങളിലും. അതാണ് യഥാർത്ഥ വസ്തുത. അത് അവർ മനസ്സിലാക്കിയാൽ നന്നാവും. നേരത്തെ CPM ഈ ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനമായി നടത്തിയ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. ഇപ്പോൾ ഇലക്ഷനിൽ ഭൂരിപക്ഷ വോട്ട് ലക്ഷ്യമിട്ടുള്ള വിമർശനമാണ്, അല്ലെങ്കിൽ തങ്ങൾക്ക് വിമർശനമൊക്കെ ഉയർന്നിരുന്നു. അപ്പോൾ ഈ റിസൾട്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? രണ്ടും ഇല്ല എന്നുള്ളതാണോ? അല്ലല്ല, CPMൻ്റെ പോക്ക് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് ഈ മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്ന് ഇനി കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന ഒരു തെറ്റായ തിരിച്ചറിവാണ് അവർക്കുണ്ടായിട്ടുള്ളത്. അന്ന് തുടങ്ങിയതാണ് പിണറായി ഈ എന്താ പറയുക ആൻറ്റി മുസ്ലിം സ്റ്റേറ്റ്മെൻറ്റ്. മലപ്പുറം ജില്ലയെക്കുറിച്ച്, ഇവിടുത്തെ എന്താ പറയുക ക്രിമിനലിസത്തെക്കുറിച്ച് നമ്മളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുക. ഹിന്ദു പത്രത്തിന് ഇത് കൊടുക്കുന്നത്, പിന്നെ മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണ് എന്ന് പറയുന്നത്, SDPIയും ജമാഅത്ത് ഇസ്ലാമിയെയും കടുത്ത രീതിയിൽ വിമർശിക്കുന്നത്, പറഞ്ഞ് പാണക്കാട് തങ്ങൾ പോലും വർഗീയവാദിയാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ വന്ന് പിണറായി പറഞ്ഞു നിർത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ സമൂഹത്തിൽ നിന്ന് പരിപൂർണമായിട്ടും അകന്ന് ഇനി BJPയുമായിട്ടുള്ള ഒരു അന്തർധാരയുടെ അല്ലാതെ CPMന് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ഒരു കൃത്യമായ തിരിച്ചറിവിലാണ് അവർ നിൽക്കുന്നത്. അങ്ങോട്ടേക്കാണ് CPMനെ ഇപ്പോൾ എന്താ പറയുക പിണറായി നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സോഫ്റ്റ് ഹിന്ദുത്വതയിലേക്ക് CPM ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ 24 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ കടന്നിട്ടുണ്ട്. അതിൻ്റെ പരിണിത ഫലങ്ങളുടെ ഏറ്റവും അവസാനമാണ് തങ്ങൾക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അത് വളരെ കൃത്യമല്ലേ. രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. പ്രിയങ്ക ഗാന്ധിയോടുള്ള എന്താ പറയുക അവിടെ വ്യക്തിപ്രഭാവം തന്നെയാണ് അതിൻ്റെ നമ്പർ 1 സംഗതി. അവരോട് കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവായിട്ടുള്ള ഒരു ഇഷ്ടം, അതിൽ CPMമാരെ വോട്ട് വരുന്നുണ്ട്. കാരണം ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാണ്, ഈ തെരഞ്ഞെടുപ്പ് ചർച്ച നടക്കുമ്പോൾ വയനാട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ആ കഴിഞ്ഞ നിയമസഭയുടെ മുന്നത്തെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഈ ചർച്ച വന്നപ്പോൾ ഞാൻ അന്ന് CPMലെ LDF യോഗത്തിൽ ഞാൻ പറഞ്ഞ എൻ്റെ ഭാര്യ പോലും വോട്ട് ചെയ്യില്ല കേട്ടോ എന്ന് പറഞ്ഞു. പ്രിയങ്ക അവിടെ മത്സരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ അന്ന് പറഞ്ഞു, ഞാനന്ന് സ്ട്രോങ് ആയിട്ട് CPMൻ്റെ കൂടെ നിൽക്കല്ലേ. പ്രിയങ്ക മത്സരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വോട്ട് പ്രിയങ്കക്കാണെന്ന് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു എന്ന് ഞാൻ LDFൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ അന്ന് പറഞ്ഞതാണ്. അപ്പം ആ ഒരു ഇഷ്ടം ഇവിടെ മൊത്തത്തിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഈ പറയുന്ന ആൻറ്റി പിണറായിസും അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ CPIയോടുള്ള പൊതുവിലൊരു മടുപ്പ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാനുണ്ടല്ലോ സജീവമായിട്ട് ആനി രാജയുടെ കൂടെ. ഇവിടെ നിന്നുള്ള പണം മുഴുവൻ അവർ പിരിച്ചുപോയി. ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ അധീനതയിലുള്ള വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് ഒക്കെ റവന്യൂ മന്ത്രി രാജനടക്കം ഇവിടെ വന്ന് 2 ദിവസം ക്യാമ്പ് ചെയ്ത് എല്ലാ പണവും പിരിച്ചുപോയി. ഒരൊറ്റ പൈസ LDFൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലേക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഒരു പൈസ അവർ മുടക്കില്ല. അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുമ്പ് ബൂത്തിലേക്ക് എന്ന് പറഞ്ഞ് 3000 രൂപയാണ് CPI കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത്. പ്രവർത്തകർക്ക് വർക്ക് ചെയ്യാനില്ല, അവർക്ക് ഭക്ഷണത്തിന് കൊടുക്കാനില്ല, അവരുടെ വാഹനത്തിന് പൈസ ഇല്ല, ബൂത്ത് കെട്ടാൻ പൈസ ഇല്ല. എന്നിട്ടും ഈ പറയുന്ന ഇടതുപക്ഷ CPM തന്നെയാണ് അന്ന് പരമാവധി അതെല്ലാം സാക്രിഫൈസ് ചെയ്തിട്ട് അന്ന് ചെയ്തത്. അപ്പം അതൊരു വലിയ പ്രയാസം LDFൽ അന്നുണ്ടാക്കിയിരുന്നു. ഞാനടക്കം അത് വിമർശിച്ചതാണ്. അപ്പോൾ ഈ പ്രാവശ്യവും അതേ അവസ്ഥയാണ്.
അതുകൊണ്ട് CPM നേതൃത്വത്തിലെ സജീവ പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിട്ടില്ല, നമ്മളത് കണ്ടതാണ്. ആ ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടിയുള്ള തിരിച്ചടിയാണ് സത്യത്തിൽ വയനാട്ടിൽ ഇത്ര വലിയ വോട്ടിലേക്ക് പെർസെൻറ്റേജ് ഓഫ് വോട്ട് കുറഞ്ഞിട്ടും ഭൂരിപക്ഷം കാരണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒന്ന് UDF ഒന്നും കൂടി അമർത്തി പിടിച്ചിരുന്നെങ്കിൽ ഒരു 6 ലക്ഷത്തിൻ്റെ മേലേക്ക് ഭൂരിപക്ഷം കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. സന്ദീപ് വാര്യർ വലിയ സ്വാധീനം വ്യക്തിപരമായിട്ട് നടത്തിയെന്ന് അഭിപ്രായമില്ല. അദ്ദേഹത്തിന് അങ്ങനെ വ്യക്തിപരമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സ്ഥലവുമല്ല പാലക്കാട്, അക്കോർഡിംഗ് ടു മീ. അതൊക്കെ അന്വേഷിച്ചാണ്. പക്ഷേ ഒരു ഇമ്പാക്റ്റിൻ്റെ ഭാഗമായി ഒരു BJPയുടെ എന്താ പറയുക, കേരളത്തിലെ ജനങ്ങൾക്ക് ഏത് സമയം TV-യിൽ കാണുന്ന ഒരു മുഖം ഇപ്പുറത്തേക്ക് വന്നു, BJPയിൽ നിന്നൊരാൾ വന്നു എന്ന ഒരു പ്ലസ് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിനും UDF-നും ഉണ്ടായിട്ടുണ്ട്. അല്ല, വോട്ടിൽ അതൊന്നും പ്രതിഫലിച്ചിട്ടില്ല. ഇല്ല, അതിലേക്കൊന്നും ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. നമ്മളിപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് പോകുന്നത്. സാമുദായിക കക്ഷികളുമായിട്ടൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് എന്താ വേണ്ട ചെയ്യും. അല്ല, അതൊക്കെ നമുക്ക് ആ സമയത്ത് ആലോചിക്കാം. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകൃതമായി അതിൻ്റെ ഒരു സെൽഫ് എക്സിസ്റ്റൻസ് ഉറപ്പുവരുത്തി അതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിലേക്ക് ഒരു ഇലക്ഷൻ മൂവ്മെൻറ്റിലേക്ക് പോകുമ്പോൾ ആവശ്യമായി വരുന്നതാണ്. അത്തരം ആളുകളെയൊക്കെ കാണാനും സംസാരിക്കാനും ഉള്ള ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളൊക്കെ ഉള്ളതാണല്ലോ. ആ രീതിയിൽ നമ്മൾ ഉപയോഗിക്കും, ഇത്രയേ ഉള്ളൂ.